കരുണാസമ്പന്നനായ ദൈവം നമ്മെ സ്നേഹിച്ച മഹാസ്നേഹത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ പാപങ്ങളുടെ പരിഹാരത്തിനായി തന്നെത്താൻ ക്രൂശിൽ യാഗമാക്കി തീർത്ത ദൈവപുത്രന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഇന്നും അല്പം നേരത്തെയാണെങ്കിലും പതിവ് പോലെ ദൈവസന്നിധിയിൽ ദൈവവചന പഠനത്തിനായി കൂടുവാൻ കർത്താവ് കൃപ ചെയ്തുവല്ലോ. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയ നിയമത്തിലെ ഏക അനാഥലേഖനം എന്ന് വിളിക്കപ്പെടുന്ന, എഴുത്തുകാരൻ ആരെന്ന് ഇതുവരെ തറപ്പിച്ചു പറയാൻ ഒക്കാത്ത എബ്രായ ലേഖനത്തെക്കുറിച്ചാണ്. പ്രത്യേകിച്ചും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലതയെ ഏറ്റവും വർണ്ണ്യമായി ചിത്രീകരിക്കുന്ന ഒരു മഹനീയമായ ഗ്രന്ഥമാണത്. പഴയ നിയമത്തോട് വളരെ ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ലേവ്യ പുസ്തകത്തോട് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകം. നമ്മൾ തുടക്ക സമയത്ത് പഠിച്ചതുപോലെ ട്വിൻ ബുക്സ്, ബൈബിളിൽ പല പുസ്തകങ്ങളും ഇരട്ട പുസ്തകങ്ങളാണ്, ട്വിൻ ബുക്സ് ആണ്. അതിലേറ്റവും പ്രശസ്തമായ ട്വിൻ ബുക്സ് ആണ് ദാനിയേലും വെളിപ്പാടും. അതുപോലെ ഒരു ട്വിൻ ബുക്കാണ് ലേവ്യ പുസ്തകവും എബ്രായ ലേഖനവും. എബ്രായ ലേഖനത്തിൻ്റെ ട്വിൻ ബുക്കായിട്ട് മറ്റൊരു ഗ്രന്ഥവും കൂടെ പുതിയ നിയമത്തിലുണ്ട്. ഓർമ്മ കാണും, ഗലാത്യ ലേഖനം. അപ്പോൾ ഈ രണ്ട് പുസ്തകങ്ങളോടും, എബ്രായ ലേഖനത്തോടും ഗലാത്യ ലേഖനത്തോടും ഏറെ പല വിഷയങ്ങളിലും സാമ്യമുള്ളതാണ് ഈ എബ്രായർക്കുള്ള ലേഖനം. എബ്രായർ എന്നത് എബ്രായ ഭാഷ സംസാരിക്കുന്ന എബ്രായനായ അബ്രഹാമിൻ്റെ വംശ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. ഒറ്റവാക്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ എന്നവരെ വിളിക്കാം. ജൂയിഷ് ക്രിസ്ത്യൻസ്, യഹൂദ ക്രിസ്ത്യാനികൾ. അതില് പ്രത്യേകിച്ച് യേശുവിനെ, അല്പം കൂടെ പറഞ്ഞാൽ മറിയയുടെ മകനായ യേശുവിനെ വരുവാനുള്ള മശിഹയായി വിശ്വസിച്ച് അംഗീകരിച്ച യഹൂദന്മാരെയാണ് യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കുന്നത്. അവരിൽ തന്നെ പലരും യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തത, രക്ഷിപ്പാൻ യേശു മാത്രം മതിയോ, പോരാ എന്ന ചിന്തയോടെ ക്രിസ്തുവിൽ നിന്ന് അകന്നു തുടങ്ങി. ക്രിസ്തുവിനെ പൂർണ്ണമായും വിട്ടുകളഞ്ഞില്ല, പക്ഷേ ക്രിസ്തുവിനൊപ്പം മറ്റു പലതും കൂടെ സ്വീകരിച്ചു തുടങ്ങി. അങ്ങനെയുള്ള സമയത്താണ് ഈ ലേഖനം എഴുതിയത്. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത്, ഈ ലേഖനത്തിൽ എഴുത്തുകാരൻ യേശുക്രിസ്തുവിൻ്റെ പര്യാപ്തതയെ ഊന്നിപ്പറയുന്നു. The writer stresses very much the very efficiency and sufficiency as well as the excellency of Jesus Christ. അതുകൊണ്ടാണ് ആ പദങ്ങൾ എടുത്തു പറയുന്നത്. യേശുക്രിസ്തു മതിയായവൻ, രക്ഷിപ്പാൻ മതിയായവൻ, വേറെ ആരും വേണ്ട, ക്രിസ്തു മാത്രം മതി, യേശു മാത്രം മതി. സ്തോത്രം. എന്തിന്? രക്ഷിക്കുന്നതിന്. അതാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഏറെ ഇങ്ങനെ പ്രസ്താവിപ്പാനായിട്ടുള്ള കാരണം. പുതിയ നിയമത്തിലെ എല്ലാ ലേഖനങ്ങളും, പ്രത്യേകിച്ച് പൗലോസിൻ്റെ ലേഖനങ്ങൾ,
നാം നോക്കിയാൽ മോസ്റ്റ്ലി predominantly Pauline epistles are Christological in nature. പൗലോസിന്റെ, എടുത്തു പറഞ്ഞാൽ പൗലോസിന്റെ എല്ലാ ലേഖനങ്ങളും തന്നെ ക്രിസ്തുശാസ്ത്രപരമായി വളരെ സമ്പുഷ്ടമാണ്, സമ്പന്നമാണ്. എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കുറിച്ച് വളരെയധികം താന് പ്രസ്താവിക്കുന്നു. അങ്ങനെയുള്ള ഒരു രീതിയാണ് നമുക്ക് പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ കാണുവാൻ സാധിക്കുക. ലേഖനങ്ങളിൽ എന്ന് പറയുമ്പോൾ പിന്നെ പുതിയ നിയമം മൊത്തമായി എന്ന് വെച്ചോളൂ. സുവിശേഷ ഗ്രന്ഥങ്ങളിൽ ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളിലും അപ്പോസ്തലന്മാരെല്ലാവരും പ്രസംഗിച്ചത് യേശുവിനെ കുറിച്ചാണ്. സൗഖ്യം ആക്കുന്നതിനെ കുറിച്ചോ ഒന്നുമല്ല അവർ പ്രസംഗിച്ചത്. ലേഖനങ്ങൾ മുഴുവനും അങ്ങനെയാണെന്ന് പറഞ്ഞാൽ പിന്നെ വെളിപ്പാട് പുസ്തകവും നമ്മൾ കണ്ടു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ഒത്തിരി പരാമർശങ്ങൾ, ഒത്തിരി പേരുകൾ നമുക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ നാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ 5-ാമത്തെ സുവിശേഷം എന്ന് വിളിക്കപ്പെടുന്ന എബ്രായർക്കുള്ള ലേഖനം. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 4 ഗോസ്പൽ ബുക്സ്. അതിനോടൊപ്പം ക്രിസ്തുവിനെ കുറിച്ച് ഏറെ പറയുന്ന, ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പറയുന്ന, ക്രിസ്തുവിൻ്റെ ക്രൂശിയാഗത്തിലൂടെയുള്ള രക്ഷയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഈ ഗ്രന്ഥത്തെ യോഹന്നാന് ശേഷം 5-ാമത്തെ സുവിശേഷ പുസ്തകം എന്ന നിലയിലാണ് അറിയുന്നതെന്ന് നമ്മളെ പഠിച്ചു. ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇതിൽ നാം ഇതുവരെ കണ്ടത് 1 തൊട്ട് 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളായിരുന്നു. അവിടെ നാം യേശുക്രിസ്തു പഴയ നിയമ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്ന നിലയിൽ പരാമർശിക്കപ്പെട്ടു. നാം അത് പഠിച്ചു. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ എന്തെങ്കിലും ഇനിയും ചോദ്യങ്ങളായിട്ട് എന്തെങ്കിലും മനസ്സിലാകാനായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് 4 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ഒന്നും ഇല്ല എന്ന് നിങ്ങളുടെ മൗനത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. എങ്കിൽ നമുക്ക് 1-ാം അധ്യായം 4 മുതൽക്കുള്ള വാക്യങ്ങളിലേക്ക് പ്രവേശിക്കാം. 4 മുതൽ 2-ാം അധ്യായത്തിൻ്റെ ഏതാണ്ട് അവസാന വാക്യം വരെ, 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 2-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യം വരെ ലേഖകൻ എടുത്തു പറയുന്നത് യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. അതിൽ നാം ഇപ്പോൾ നോക്കാൻ പോകുന്നത് 4 മുതൽ 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളെയാണ്. നാം 4-ാമത്തെ വാക്യം ഇതിനോടകം തന്നെ 3-ാം വാക്യത്തിൻ്റെ തുടർച്ചയായിട്ട് പല ആവർത്തി വായിച്ചിട്ടുള്ളതാണ്. അതായത് 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളുടെ തുടർച്ചയാണ് 4-ാമത്തെ വാക്യം. സെന്റൻസിലും വാചകത്തിലും ഫുൾ സ്റ്റോപ്പ് ഇല്ലാതെ, പൂർണ്ണവിരാമമില്ലാതെ തുടരുകയാണ്. നമ്മൾ പിന്നെ 3 വരെയുള്ള വാക്യങ്ങളെ മുറിച്ചെടുത്താണ് വായിച്ചു കൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എങ്കിലും നമുക്ക് ഇപ്പോൾ ഒന്ന്
അതിൻ്റെ 4-ാമത്തെ വാക്യം മുതൽക്ക്, അല്ലെങ്കിൽ അതിൻ്റെ 3 മുതൽ തന്നെ വായിച്ചോളൂ. 3ഉം 4ഉം വായിച്ചാട്ടെ. ആർക്കും വായിക്കാം. He is the radiance of the glory of God and the exact imprint of his nature, and he upholds the universe by the word of his power. After making purification for sins, he sat down at the right hand of the Majesty on high. Having become as much superior to the angels as the name he has inherited is more excellent than theirs. Praise God. നമുക്കറിയാം, യേശുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനപ്പേരാണ് ക്രിസ്തു, മശിഹ. ക്രിസ്തു ഗ്രീക്കിലെ ക്രിസ്റ്റോസ് എന്ന പദത്തിൽ നിന്നും ആംഗലേയത്തിലേക്ക്, ഇംഗ്ലീഷിലേക്ക് വന്നിട്ടുള്ള പദമാണ്, പേരാണ്. അതിൻ്റെ ഹീബ്രു ഇക്വലൻ്റ് ആണ്, എബ്രായ ഭാഷയാണ്, തത്തുല്യമായ എബ്രായ നാമമാണ് മശിഹ, മെസ്സായ. അപ്പോൾ മെസ്സായ അഥവാ മശിഹ, ക്രിസ്റ്റോസിയ, ക്രിസ്തു, അർത്ഥം നമുക്കറിയാം, അഭിഷിക്തൻ, അനോയിന്റഡ് വൺ. യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ. യേശു ക്രിസ്തു എന്ന നിലയിൽ, അഭിഷിക്തൻ എന്ന നിലയിൽ, there are 3 major offices. യേശു ക്രിസ്തുവിന് 3 പ്രധാനപ്പെട്ട പദവികളുണ്ട്. നാം എല്ലാം അറിയുന്നുണ്ട്, നമ്മുടെ മുൻ ക്ലാസ്സുകളിൽ പലതിലും പറഞ്ഞിട്ടുമുണ്ട്. ഇവിടെ പ്രസക്തമായതുകൊണ്ട് ആവർത്തിക്കുന്നതേ ഉള്ളൂ. പ്രവാചകൻ, പുരോഹിതൻ, രാജാവ്. ക്രിസ്തു അഭിഷിക്തൻ എന്ന നിലയിൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന നിലയിൽ, മശിഹ എന്ന നിലയിൽ, ഈ 3 പദവികൾ ക്രിസ്തുവിൻ്റെ മേലുണ്ട്. അതിൻ്റെ പ്രതീകവും കൂടെയായിരുന്നു കിഴക്ക് നിന്നും വന്ന വിദ്വാൻമാർ യേശുക്രിസ്തുവിന് കാഴ്ചകൾ അർപ്പിച്ചത്. എത്ര വിദ്വാൻമാരായിരുന്നെന്ന് ഓർമ്മയുണ്ടല്ലോ അല്ലേ? വിദ്വാൻമാരുടെ എണ്ണം പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മൾ പൊതുവെ ചിന്തിക്കുന്നത് 3 പേരെന്നാണ്. അങ്ങനെയാ പ്രസംഗിക്കാറുള്ളത്, പക്ഷേ എണ്ണം പറഞ്ഞിട്ടില്ല. എന്നാൽ അവർ കാഴ്ചവെച്ച 3 വസ്തുക്കളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അതിൽ നിന്നാണ് നമ്മൾ ധരിക്കുന്നത് 3 പേരായിരിക്കും വന്നത്. കൊച്ചിനെ കാണാൻ പോകുമ്പം ഒരാൾ സോപ്പും, ഒരാൾ പൗഡറും, ഒരാൾ കുട്ടിയുടുപ്പും കൊണ്ടുപോകുന്ന പോലെ യേശുക്കുഞ്ഞിനെ കാണാൻ പോയപ്പോൾ 3 പേര് 3 സാധനമായിട്ട് പോയെന്ന് നമ്മളങ്ങ് ധരിക്കുക, അല്ലാതെ പറഞ്ഞിട്ടില്ല. പൊന്ന്, മൂര്, കുന്തിരിക്കം, ഇവ ശിശുവിന് കാഴ്ചവെച്ചു. അവനെ വണങ്ങി. ശിശുവിനാണ് കാഴ്ചവെച്ചത്. ശബ്ദത്തിന് എക്കോ ഒന്നുമില്ലല്ലോ? കുഴപ്പമില്ലല്ലോ? ഓക്കെ. അപ്പൊ ശിശുവിന്, യേശു, ഉണ്ണിയേശു എന്ന് ബൈബിളിൽ വിളിക്കുന്നില്ല. അന്ന് ജനിച്ചപ്പോൾ ശിശുവായിട്ട് യേശു ജനിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഉണ്ണിയേശു എന്നൊന്നും വിളിക്കാത്തത്. ആരോ പറഞ്ഞതുപോലെ ഇന്നും പലരുടെയും ഈശോ ഉണ്ണിയേശു തന്നെ, ഇപ്പോഴും പാളയിൽ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. നമുക്ക് ആ യേശുവിനെ അല്ല. സ്തോത്രം. നമ്മുടെ കർത്താവ് തേജസ്കരിക്കപ്പെട്ട കർത്താവ്. സ്തോത്രം. അപ്പോൾ ഈ 3 വസ്തുക്കൾ യേശു എന്ന ആ ശിശുവിന് കാഴ്ചവെച്ചു. അതും യേശുവിനെ മശിഹ എന്ന് തെളിയിക്കുന്നതാണ്. പൊന്ന് യേശുവിൻ്റെ രാജത്വത്തിനും, മൂര് തൻ്റെ പ്രവാചകത്വത്തിനും,
കുന്തിരിക്കം തൻ്റെ പൗരോഹിത്യത്തിനും തെളിവുകളാണ്. സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഈ 3 പദവികളെ, 3 ഓഫീസസ്, അതിനെ അംഗീകരിക്കുന്ന തെളിവുകളായിട്ടാണ് ഈ 3 അർപ്പണങ്ങൾ വന്നിരിക്കുന്നത്. പൊന്ന് രാജത്വത്തെയാണ് കാണിക്കുന്നത്, റോയൽറ്റി, റോയൽഹുഡ്. അതുപോലെ മൂര് തൻ്റെ പ്രവാചകത്വത്തെയും, കുന്തിരിക്കം വളരെ പരിചയമുള്ളതാ, പുരോഹിത വൃത്തിയുമായി ബന്ധപ്പെട്ടത്. ഈ ആദ്യത്തെ 3 വാക്യങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ ഈ 3 പദവികളെ കാണാം. എബ്രായ ലേഖനം 1-ന്റെ 1, 2, 3 വാക്യങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ മശിഹാത്വത്തെ തെളിയിക്കുന്ന ഈ 3 പദവികൾ കാണാം. ഒന്ന്, നാം 1-ാമത്തെ വാക്യത്തിൽ 1-ഉം അതിൻ്റെ 2-ന്റെ തുടക്കത്തിലും കൂടെ കാണുന്നത് പോലെ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദാറ്റ് ഈസ് അബൌട്ട് ഹിസ് പ്രൊഫറ്റിക്കൽ മിനിസ്ട്രി. നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം മനുഷ്യരോട് സംസാരിക്കുന്ന, ദൈവം മനുഷ്യനോട് ഇടപെടുന്ന ആ ശുശ്രൂഷയാണ് പ്രവാചക ശുശ്രൂഷ. അപ്പോൾ ആ അർത്ഥത്തിൽ യേശുക്രിസ്തു തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിച്ചു. തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിച്ചു. ക്രിസ്തു ആവർത്തിച്ചു പറഞ്ഞു, ഞാൻ സ്വയമായി ഒന്നും നിങ്ങളോട് സംസാരിക്കുന്നില്ല, ഞാൻ പിതാവിനോട് കേട്ടത് നിങ്ങളെ അറിയിച്ചിരിക്കുന്നു. അപ്പോൾ പിതാവിൻ്റെ സ്പോക്സ് പേഴ്സണായി, വക്താവായിട്ടാണ് യേശു പിതാവിനെ നമുക്ക് വെളിപ്പെടുത്തി തന്നത്. സ്തോത്രം. അങ്ങനെ യേശുവിൻ്റെ പ്രവാചക ദൗത്യം അവിടെ കാണുന്നു, നമ്മോട് പിതാവിങ്കൽ നിന്നും സംസാരിച്ചതുകൊണ്ട്. രണ്ടാമത് നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയാണ്, ഹൈ പ്രീസ്റ്റ്ലി മിനിസ്ട്രി. That is in verse number 3. We see, after having purified us from our sins, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. പാപപരിഹാരം വരുത്തുന്ന, പാപങ്ങളിൽ നിന്നും ശുദ്ധീകരിക്കുന്ന തൻ്റെ ദൗത്യം യേശുവിൻ്റെ പൗരോഹിത്യ ദൗത്യത്തിന് നിദാനമാണ്, അടിസ്ഥാനമാണ്. സ്തോത്രം. അങ്ങനെ യേശു ക്രൂശിൽ തന്നെത്താൻ യാഗമാക്കിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അത് ക്രിസ്തുവിൻ്റെ പുരോഹിത ശുശ്രൂഷയാണ്. ഓർക്കുമായിരിക്കുമല്ലോ, ആ 3-ാം വാക്യം നമ്മൾ ചിന്തിച്ചപ്പോൾ ആവർത്തിച്ചു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രസ്താവന. When Christ died on the cross, he was at a time the sacrificial lamb offered as a ransom and atonement for our sins, as well as the high priest who offered it. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണ സമയത്ത് ഒരേ വേളയിൽ തന്നെ മാനവജാതിയുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് പ്രായശ്ചിത്തമായി മറുവിലയായി അർപ്പിക്കപ്പെട്ട യാഗവസ്തുവും അല്ലെങ്കിൽ യാഗ കുഞ്ഞാടും താൻ തന്നെയായിരുന്നു. ആ യാഗം അർപ്പിച്ച അർപ്പകനായ മഹാപുരോഹിതനും താൻ തന്നെയായിരുന്നു. ആവർത്തനമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ ആവർത്തിക്കുകയാണ് കേട്ടോ. സ്തോത്രം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് മായാതെ കിടക്കും. സ്തോത്രം.
ക്രിസ്തു മഹാപുരോഹിതനായിട്ടാണ് ക്രൂശിൽ മരിച്ചത്. പക്ഷേ 2 ദൗത്യങ്ങൾ അവിടെ താൻ തന്നെ നിവർത്തിച്ചു. എന്താ നിവർത്തിച്ചത്? തന്നെ താൻ യാഗമാക്കി. സ്തോത്രം. തന്നെ താൻ യാഗമാക്കി. ഒന്നും കൂടെ നമ്മൾ വായിച്ചിട്ടുള്ള 9-ാം അധ്യായത്തിന്റെ 11 മുതൽ 11, 12, 13 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. എബ്രായ ലേഖനം തന്നെ 9-ന്റെ 11, 12, 13. Chapter 9 verses 11, 12 and 13. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തവനായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മരണപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. പ്രൈസ് ഗോഡ്. ഈ വാക്യങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ 2 കാര്യങ്ങളും വളരെ നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി അവൻ വന്നു. എന്നിട്ട് ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ സ്വർഗീയ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഒരിക്കലായി പ്രവേശിച്ചു. എന്നേക്കുമുള്ള ശുദ്ധീകരണം, വീണ്ടെടുപ്പ് അവൻ സാധിപ്പിച്ചു. സ്തോത്രം. വീണ്ടും നമ്മൾ വായിച്ചു 13, 14 വാക്യങ്ങളിൽ ദൈവത്തിന് തന്നെ താൻ അർപ്പിച്ചു. തന്നെ താൻ അർപ്പിച്ചു. അപ്പോൾ അർപ്പിക്കപ്പെട്ട കുഞ്ഞാടും യാഗമൃഗവും പിന്നെ അർപ്പിച്ച മഹാപുരോഹിതനും രണ്ടും യേശു തന്നെയായിരുന്നു. സ്തോത്രം. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് 3-ാം വാക്യത്തിൽ പറയുന്നത് ക്രിസ്തുവിൻ്റെ മശിഹാത്വത്തിൻ്റെ 2-ാമത്തെ ശുശ്രൂഷ, പുരോഹിത ശുശ്രൂഷയെ കാണിക്കുന്നു. അതിപ്പോഴും തുടരുകയാണ് കർത്താവ്, മഹാപുരോഹിതനായിരുന്നുകൊണ്ട്, മധ്യസ്ഥനായിരുന്നുകൊണ്ട്, സ്റ്റിൽ കണ്ടിന്യൂയിങ്. 3-ാമത്തേതാണ് നാം 3-ാമത്തെ വാക്യത്തിൽ തന്നെ വായിച്ചു, മഹിമയുടെ വലത്തുഭാഗത്ത് ഇരുന്നു. അത് തൻ്റെ രാജത്വത്തിന് തെളിവാണ്. സ്തോത്രം. ഇരുന്നു. ഞാൻ എൻ്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. അപ്പോൾ ഇരുന്നു എന്നുള്ളത് അത് യേശുക്രിസ്തുവിൻ്റെ രാജത്വത്തെ തെളിയിക്കുന്നു. ഇരുന്ന് ഭരണം നടത്തുന്ന ഭരണാധിപനായിരിക്കുന്നു. സ്തോത്രം. സിംഹാസനത്തിൽ ഇരിക്കുന്നതാണത്. സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. എവിടെ ഇരുന്നു എന്നാ? വലത്തുഭാഗത്തിരുന്നു എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൽ, നിങ്ങളുടേത് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പിതാവ് ഇങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുന്നു, വലത്തുവശത്ത് കുറച്ച് താഴെ ഒന്നുകിൽ നിലത്ത് അല്ലെങ്കിൽ ഒരു കൊച്ച് കൊരണ്ടിയൊക്കെ ഇട്ട്, നമ്മുടെ നാട്ടിലെ ഭാഷയാ, ഒരു ചെറിയ ഒരു കൊച്ച് കൊരണ്ടി ഒക്കെ ഇട്ട് അവിടെ ഇരിക്കടാന്ന് പറഞ്ഞ്, എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ചിന്തയായിരുന്നു പണ്ടുണ്ടായിരുന്നത്. സ്തോത്രം. അങ്ങനെയാണോ യേശുവിനെ ഇരുത്തിയിരിക്കുന്നത്? ഈ എവിടെ വന്നിരിക്കുമെന്നും പറഞ്ഞു. എവിടാ യേശു ഇരുന്നത്? എവിടെ ഇരിക്കുന്നേ? വെളിപ്പാട് പുസ്തകം പഠിച്ച നമുക്ക് ഓർമ്മ കാണും. 3:21 ഒന്ന് നോക്കിക്കോളൂ.
റെവലേഷൻ 3:21, വെളിപ്പാട് 3:21. മടിയിലിരിക്കുന്നു. ആഹാ. Sit with me on my throne. ആ വാക്യം അങ്ങ് വായിച്ചോ. രണ്ടും തെറ്റാ, കൃത്യമായിട്ടുള്ളത് വന്നില്ല. To the one who is victorious, I will give the right to sit with me on my throne, just as I was victorious and sat down with my Father on his throne. അതാണ് നമുക്ക് വേണ്ടത്. His throne. He promised us to seat us on his throne, but the question was where he is sitting now. He sat down on the very throne of his Father. സ്തോത്രം. ജയിക്കുന്നവന് കർത്താവ് തന്നോടുകൂടെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ വരം നൽകുമെന്ന് വാഗ്ദത്തം അവിടെയുണ്ട്. നമ്മളതല്ല ചോദിച്ചത്. യേശു ഇപ്പോൾ എവിടെ ഇരിക്കുന്നു എന്നുള്ളത്. പിതാവിൻ്റെ വലത്തുഭാഗത്തുനിന്ന് നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും വായിച്ചറിഞ്ഞു. എബ്രായർ 1:3 അത് തന്നെ പറയുന്നു. എന്നാൽ പ്രധാനമായിട്ടും സ്പെസിഫിക്കായി കൃത്യമായിട്ട് ഇവിടെ യേശു പറഞ്ഞു, ക്രിസ്തു എവിടെ ഇരിക്കുന്നു? പിതാവിനോട് കൂടെ പിതാവിൻ്റെ സിംഹാസനത്തിൽ. പിതാവിരിക്കുന്ന ഇടത്ത് പിതാവിനോട് കൂടെ പിതാവിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നു. സ്തോത്രം. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ന്യായാധിപനും രാജാവുമാണ്. One who is enthroned is both the judge and the king. നമ്മുടെ പല സ്ഥലങ്ങളിലും ഡിസ്ട്രിക്ട് കളക്ടർമാർ തന്നെയാണ് DM-ഉം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്സും. ചില സ്ഥലങ്ങളിൽ വ്യത്യാസമുണ്ട്. എന്നാൽ പൊതുവെ പ്രത്യേകിച്ച് ഇവിടെയൊക്കെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് കളക്ടേഴ്സ് തന്നെയായിരിക്കും. അപ്പം 2 പദവികൾ യേശുക്രിസ്തു ജയിച്ച് മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടിരിക്കുമ്പോൾ ക്രിസ്തുവിനും ഈ 2 പദവികളും ഒരുമിച്ചുണ്ട്. ന്യായാധിപനും രാജാവും. രാജാവും ന്യായാധിപനും. അപ്പോൾ താൻ ഇരുന്നു എന്ന് പറയുന്നതിനർത്ഥം ക്രിസ്തുവിൻ്റെ ന്യായാധിപത്വത്തെയും രാജത്വത്തെയും കുറിക്കുന്നു. സ്തോത്രം. അപ്പോൾ മശിഹ എന്ന നിലയിൽ ഈ 3 പദവികളും, all these 3 offices are very much fulfilled in Christ Jesus, and it is described in these 3 verses. His prophetic ministry, or ministry as the prophet of God, the ministry as the high priest, and that is still pursuing, and the ministry as the king as well as the judge. സ്തോത്രം. അത് 3 നമുക്കവിടെ കാണാൻ പറ്റും. അത് പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ 4-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നത്. സ്തോത്രം. അവൻ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനെന്ന് നമുക്ക് ഇവിടെ മുതൽ താഴോട്ട് കാണാൻ പറ്റും. സ്തോത്രം.
റൂഫസെ ആ ചാർട്ടൊന്നിടാമനെ. പ്രത്യേകിച്ച് 6-7 പഴയ നിയമ ഭാഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് അപ്പോസ്തലൻ ഇവിടെ വ്യക്തമാക്കുന്നു യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ് എന്ന്. സൂം ഇറ്റ് ഔട്ട്. കുറച്ചുകൂടെ സൂം ചെയ്തു. എബ്രായ ലേഖനം സൂം ചെയ്താൽ മതി, കുറച്ചുകൂടെ അപ്പ് ഡൗൺ ചെയ്താൽ മതി. പിന്നെ എബ്രായ ലേഖനം 1-ാം അധ്യായം 5 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ the apostle uses 7 Old Testament direct quotations. പഴയ നിയമത്തിലെ 7 ഉദ്ധരണികളെ എടുത്ത് ക്രിസ്തുവിൽ അത് നിവർത്തിക്കപ്പെട്ടതായി ഇവിടെ പറയുകയാണ്. അതിൽ ഒന്നാമത് നാം കാണുന്നത് 1:5 എബ്രായ ലേഖനം 1:5 വാക്യം. ഇത്രയും സൂം ചെയ്യാനൊക്കത്തുള്ളൂ. കാണാമോ എല്ലാവർക്കും വ്യക്തമായിട്ട്? 100%. Now it is only 49. You can make it 100%. Yeah, much more. ഓരോന്ന് ഞാൻ പറയുന്ന ഒരെണ്ണേ അത് മാത്രം കാണിച്ചാൽ മതി. അങ്ങനെ കാണിക്കാം. ഗുഡ്. യെസ്. ഹീബ്രൂസ് 1:5 തൊട്ട് 1:5 തൊട്ടുള്ള വാക്യങ്ങൾ പഴയ നിയമഭാഗമാണ്. സാംസ് 2:7 ഫോളോയിങ്. സങ്കീർത്തനം 2:7 തൊട്ടുള്ള വാക്യങ്ങളാണ്. അതാണ് എബ്രായർ 1:5 എടുത്തു പറഞ്ഞിരിക്കുന്നത്. അവിടെ തെളിയുന്നത് proves that Jesus is God's only begotten son. യേശുക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ എന്ന് തെളിയിക്കുകയാണ്. യേശു ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. സ്തോത്രം. രണ്ടാമത്തെ ഭാഗം എബ്രായർ 1:5 തന്നെ വീണ്ടും എടുത്തുദ്ധരിക്കുന്നത് 2 ശമൂവേൽ 7:14 തൊട്ടുള്ള ഭാഗമാണ്. ഓർമ്മ കാണുമല്ലോ, 2 ശമൂവേൽ 7-ാമത്തെ അധ്യായത്തിന് നാം കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഒരു പേരുണ്ട്, ദ ചാപ്റ്റർ ഓഫ് ഡേവിഡിക് കവനന്റ്. ദാവീദ്യ ഉടമ്പടിയുടെ അധ്യായമാണത്. ദാവീദ്യ ഉടമ്പടിയുടെ അധ്യായം. അവിടെ യേശുക്രിസ്തുവിൽ പൂർത്തീകരിക്കുന്നത്, ഫുൾഫിൽ ആകുന്നത്, അല്ലെങ്കിൽ പ്രൂവ് ചെയ്യുന്നത്, തെളിയിക്കുന്നത് ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ സൺ ഓഫ് ഡേവിഡ്. അതർവൈസ് ഗാഡ് ഈസ് ഹിസ് ഫാദർ and Jesus Christ is the Son of God. സ്തോത്രം. അപ്പോൾ എബ്രായർ 1:5 വാക്യത്തിൽ 2-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നിന്നും 2 ശമൂവേൽ 7:14 മുതലുള്ള വാക്യങ്ങളിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ പുത്രത്വത്തെ, യേശുക്രിസ്തു ഏകജാതനായ ദൈവത്തിൻ്റെ പുത്രൻ എന്നും ദൈവം യേശുവിൻ്റെ പിതാവെന്നും യേശു ദൈവത്തിൻ്റെ പുത്രനെന്നും തെളിയിക്കുകയാണ്. മൂന്നാമത്തേതാണ് എബ്രായർ 1:6, ഹീബ്രൂസ് 1:6. എബ്രായർ 1:6 അവിടെ നാം കാണുന്നത് സാംസ് 97:7, 97-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യമാണ്.
അവിടെ നാം കാണുന്നത് ജീസസ് ഈസ് ടു ബി വർഷിപ്ഡ് ബൈ ദ ഏഞ്ചൽസ്. ദൂതന്മാർ യേശുവിനെ ആരാധിക്കണമെന്ന് കൽപ്പന കൊടുത്തിട്ടുണ്ട്. മോനെ ഏറ്റവും ബോട്ടമിൽ പോയേ, ഏറ്റവും താഴെ. रूफस और ऊपर ले जा और नीचे सबसे नीचे या അവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ? Psalms 97 verse 7. Some scholars favor this quotation as from Deuteronomy 32:43, which is in Greek LXX, means Septuagint. Okay, LXX എന്ന് കൊടുത്തിരിക്കുന്നത് സെപ്റ്റുവജിന്റ്, അതായത് പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷ. അതിനെയാണ് LXX എന്ന് വിളിക്കുന്നത്. 70 റബ്ബിമാർ എബ്രായ പഴയ നിയമം ഗ്രീക്കിലേക്ക് തർജ്ജമ ചെയ്തു. അതുകൊണ്ട് ആ 70 പേരെ കാണിക്കാൻ വേണ്ടിയാണ് റോമൻ നമ്പേഴ്സ് ആയ LXX 70 എന്ന് കൊടുത്തിരിക്കുന്നത്. സെപ്റ്റുവജിന്റ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതായത് പഴയ നിയമത്തിന്റെ, എബ്രായ പഴയ നിയമത്തിന്റെ ഗ്രീക്ക് പരിഭാഷ. അപ്പോൾ അതിൽ ഈ വാക്യം കൊടുത്തിരിക്കുന്നത് ഡ്യൂട്ടറോണമി 32:43. അവിടെ കാണുന്ന റിജോയ്സ് ye heavens with him and let all the angels of God worship him. സ്തോത്രം. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ വണങ്ങട്ടെ, അവനെ ആരാധിക്കട്ടെ. സ്തോത്രം. അപ്പോൾ 97-ാം സങ്കീർത്തനം 7-ാം വാക്യമോ ആവർത്തന പുസ്തകം 32:43 അതാണ് എബ്രായ ലേഖനം 1:6 ഉദ്ധരിച്ചിരിക്കുന്നത്. സ്തോത്രം. ഗോ ബാക്ക് ടു Hebrews 1:6. അപ്പോൾ ദൂതന്മാർ യേശുവിനെ ആരാധിക്കണം എന്നുള്ള കാര്യമാണ്. ദൂതന്മാർ യേശുവിനെ ആരാധിക്കണം. അപ്പോൾ യേശു ദൂതന്മാരാൽ ആരാധ്യൻ എന്നർത്ഥം. Christ is worthy of worship from even the angels. This is God's command. He has commanded that the angels should bow down to Jesus Christ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പ് ലേഖനം 2-ാം അധ്യായത്തിൽ പറഞ്ഞത്, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും എല്ലാ മുഴങ്കാലും യേശുവിൻ്റെ നാമത്തിൽ മടങ്ങും. എല്ലാ നാവും ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയും. എന്തേറ്റുപറയും? യേശു കർത്താവെന്ന്. സ്തോത്രം. അടുത്തത് 1:7. എബ്രായർ 1:7. അത് 104-ാം സങ്കീർത്തനത്തിന്റെ 4 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 104-ാം സങ്കീർത്തനത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നു. ദൂതന്മാരെ അവന്റെ ശുശ്രൂഷക്കാരാക്കുന്നു. സ്തോത്രം. തൻ്റെ ശുശ്രൂഷക്കാരാക്കുന്നു. കാറ്റുകളെ തൻ്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തൻ്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അപ്പോൾ അവിടെ ദൂതന്മാരെ ദൈവം തൻ്റെ ആജ്ഞാനുവർത്തികളായി, ദൈവത്തിൻ്റെ കൽപ്പന ശിരസാവഹിക്കുന്നവരായി ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടത്തെ നിവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ദൂതന്മാരെ ശുശ്രൂഷകന്മാർ ആക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. സ്തോത്രം. അടുത്തത് 1:8-9. 1:8-9. അത്
45-ാം സങ്കീർത്തനത്തിന്റെ 6-7 വാക്യങ്ങളാണ്. സ്തോത്രം. അവിടെ നാം കാണുന്നത് യേശുക്രിസ്തുവിൽ നിവർത്തിക്കപ്പെടുന്ന കാര്യമാണ്. സ്തോത്രം. ക്രൈസ്റ്റ് ഈസ് ഗാഡ് ഫോർ എവർ ആൻഡ് എവർ. സ്തോത്രം. അത് സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ നിത്യത്വത്തെ, ഇറ്റേണാലിറ്റി ഓഫ് ക്രൈസ്റ്റ്. സ്തോത്രം. ഈസ് ഇറ്റേണൽ ഗാഡ്, ഗാഡ് ഫോർ എവർ. യേശുക്രിസ്തു സദാകാലത്തേക്ക് നിത്യനായ ദൈവമാണെന്ന് പറയുകയാണ്. സ്തോത്രം. അടുത്തതാണ് എബ്രായർ 1:10, 11, 12 വാക്യങ്ങൾ. എബ്രായർ 1:10, 11, 12 വാക്യങ്ങൾ. അത് 102-ാം സങ്കീർത്തനം 25 മുതൽ ഉള്ള വാക്യങ്ങളാണ്. 102-ാമത്തെ സങ്കീർത്തനം 25 മുതൽക്കുള്ള വാക്യങ്ങളാണത്. അവിടെ നാം കാണുന്നത് യേശുക്രിസ്തുവിൻ്റെ ഇമ്മ്യൂട്ടബിലിറ്റിയാണ്. ഹി ഈസ് ഇമ്മ്യൂട്ടബിൾ ആൻഡ് ഇറ്റേണൽ. സ്തോത്രം. അനശ്വരനായും നിത്യനായുമുള്ളവൻ എന്നർത്ഥം. സ്തോത്രം. അനശ്വരനായും നിത്യനായും എന്ന അർത്ഥം അവിടെ. സ്തോത്രം. അനശ്വരൻ, നശിച്ചു പോകാത്തവൻ, അഴുകിപ്പോകാത്തവൻ, പഴകിപ്പോകാത്തവൻ. സ്തോത്രം. അക്ഷയനായവൻ. യേശുക്രിസ്തുവിൻ്റെ അക്ഷയത, അതുപോലെ യേശുക്രിസ്തുവിൻ്റെ നിത്യത്വം, അത് രണ്ടുമാണ് 1-ാം അധ്യായത്തിൻ്റെ 10, 11, 12 വാക്യങ്ങളിലൂടെ വെളിപ്പെടുന്നത്. പിന്നെ 13-ാമത്തെ വാക്യം. 13-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് സങ്കീർത്തനം 110-ന്റെ ആദ്യത്തെ വാക്യമാണ്. അവിടെ നാം കാണുന്നത് ജീസസ് ഈസ് ഓണേർഡ് ആസ് വിക്ടർ ഓവർ ഓൾ. സകലത്തെയും കാൽക്കീഴാക്കി ജയാളിയായവൻ. യേശുക്രിസ്തുവിൻ്റെ അജയ്യതയാണ് അവിടുത്തെ പ്രതിപാദ്യം. യേശുക്രിസ്തുവിൻ്റെ അജയ്യത. ഹി ഈസ് ദ ഓവർകമർ. ഹി ഈസ് ദ കോൺക്വറർ ഓഫ് എവ്രിതിങ്. സ്തോത്രം. ദ കോൺക്വറർ, അൺഡിഫീറ്റബിൾ, അജയ്യനാണ്, ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്ത, സകല ശത്രുക്കളെയും തൻ്റെ കാൽ കീഴാക്കുന്നവൻ. സ്തോത്രം. അതാണ് 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം. അത് 110-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ്. ഇങ്ങനെ പ്രധാനമായിട്ടും 7 ഭാഗങ്ങളുടെ ഉദ്ധരണികളാണ്. മതിമോനെ, 7 ഭാഗങ്ങളുടെ ഉദ്ധരണികളാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്രം. ഇവിടെ നിന്ന് ഒക്കെ ആവർത്തിച്ച് ലേഖകൻ ചോദിക്കുകയാണ്, ഇങ്ങനെ പുത്രനോടല്ലാതെ ദൂതന്മാരോട് ആരോടെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ റൂഫസ്? ഇറ്റ്സ് ഓവർ. 5-ാമത്തെ വാക്യം. നീ എന്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്നും ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? സ്തോത്രം. കണ്ടോ? ദൂതന്മാരിൽ ആരോടെങ്കിലും പുത്രനോട് അരുളി ചെയ്തിരിക്കുന്നത് പോലെ അരുളി ചെയ്തിട്ടുണ്ടോ? ആവർത്തിച്ച് ലേഖകൻ ചോദിക്കുകയാണ്. സ്തോത്രം.
എന്നിട്ട് പറയുന്നത് 7-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടെ. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. ഉണ്ട്, ദൂതന്മാരെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാ, എന്നാൽ പുത്രനോട് പറയുന്നത് അങ്ങനെ. അപ്പോൾ ആവർത്തിച്ച് ഈ ഭാഗങ്ങളിൽ ലേഖകൻ ചോദിക്കുകയാണ്, ദൂതന്മാരോട് ആരോടെങ്കിലും, നമുക്ക് കുറച്ചും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ അറിവിൽ പ്രധാന ദൂതനായ മീഖായേൽ ഉൾപ്പെടെ ആരോടെങ്കിലും ഇതുപോലെ ദൈവം അരുളി ചെയ്തിട്ടുണ്ടോ? ഉത്തരം ഇല്ല. എന്നാൽ ദൂതന്മാരോട് അരുളി ചെയ്യുന്നത് അവര് ശുശ്രൂഷകന്മാരാണെന്നാണ്. അവർ കേവലം കൽപ്പനകൾ അനുസരിക്കുന്ന സേവകന്മാർ മാത്രമാണെന്നാണ്. സ്തോത്രം. ഈ ഭാഗത്ത് നമുക്ക് 2 പേരുടെ ചോദ്യങ്ങൾ കിടപ്പുണ്ട്. അല്പമായിട്ട് നമ്മൾ ഉത്തരം കൊടുത്തതാണ്, വിശദമായിട്ട് പഠിക്കാനായിട്ടുണ്ട് അവിടെ. ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ഓർപ്പിച്ചു എന്നേ ഉള്ളൂ. ഇന്ന് ഒത്തിരി പേര് ദൂതന്മാരോട് കൽപ്പിക്കുന്ന പുള്ളികളുണ്ട് നമ്മുടെ ഇടയിൽ. നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ പെന്തക്കോസ്തുകാരുടെയും ക്രിസ്ത്യാനികളുടെയും ഇടയിൽ എന്നർത്ഥം, നമ്മുടെ ഈ കൂട്ടത്തിലെന്നല്ല. അതേക്കുറിച്ചാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. 2 പ്രാവശ്യം 2 പേര് ചോദിച്ചു. അതിന് തൽക്കാലം ഉത്തരം കൊടുത്തിരുന്നു. ഇവിടെ കൂടുതൽ നമുക്കത് പഠിക്കാനായിട്ടുള്ളത് കൊണ്ട് കൂടുതൽ ആ സമയത്ത് വിശദീകരിക്കാതെ വിടുകയായിരുന്നു. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ എത്താം, ദൈവം അനുവദിച്ചാൽ. ഇവിടെ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. ഏതാണ്ട് 12ഓളം പ്രാവശ്യം, almost 11 or 12 times I have checked in this epistle, the writer uses this particular phrase, better or much better or superior, these sort of words. വിശേഷതയേറിയ, ഏറ്റവും നല്ലത് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഏതാണ്ട് 12ഓളം പ്രാവശ്യം ഞാൻ കണ്ടു കേട്ടോ. നിങ്ങളൊന്നും കൂടെ മനസ്സിരുത്തി വായിച്ചാൽ കൂടുതൽ കിട്ടിയേക്കും. എന്നോടും കൂടെ ഒന്ന് പറഞ്ഞേക്കണേ. തീർച്ചയായിട്ടും കൂടുതൽ കാണും. ഞാൻ ഓടിച്ചൊന്ന് നോക്കിയതിലാണ്. More excellent. മോർ എക്സലന്റ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ നമുക്ക് ഏതാണ്ട് 12ഓളം പ്രാവശ്യം ഞാൻ കണ്ടു. ഞാൻ ആ റെഫറൻസസ് ജസ്റ്റ് ഒന്ന് പറയാം. അത് കൂടാതെ നിങ്ങൾ കണ്ടിട്ടുള്ളതും കൂടെ പങ്കുവെച്ചേക്കണം. ഞാൻ പറയുന്നത് കൂടാതെ ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാവുന്നതാണ്. സ്തോത്രം. നമ്മളിപ്പോൾ വായിച്ച 4-ാമത്തെ വാക്യത്തിൽ തന്നെ 2 പ്രാവശ്യം നമ്മൾ കണ്ടു കഴിഞ്ഞു. മലയാളത്തിൽ നാം അവിടെ കാണുന്നത് ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമമെന്ന, വിശിഷ്ടം, ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് യേശു അവകാശിയായി. 2-ാമത് നാം അവിടെ കാണുന്നത് അവരെക്കാൾ ശ്രേഷ്ഠനായി തീർന്നു. സ്തോത്രം. ഇംഗ്ലീഷിൽ എങ്ങനെയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? വേർഷൻസിൽ വ്യത്യാസം കാണും, എന്നാലും ഏതെങ്കിലും ഒരു വേർഷൻ Much superior, more excellent. ഓക്കെ. മച്ച് സുപ്പീരിയർ, മോർ എക്സലന്റ്. നിങ്ങളുടെ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന പദങ്ങൾ തന്നെ ഉപയോഗിക്കുന്നത് തെറ്റില്ല. ഇത് തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഓരോ വേർഷൻസിലും വ്യത്യാസം കാണും. അടുത്തത് 6:9, 6:9 നോക്കിക്കാട്ടെ. ഒരാളൊന്ന് വായിച്ചു ഏതെങ്കിലും ഭാഷയിൽ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും
നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. മലയാളത്തിൽ ശുഭമേറിയതെന്നാ കൊടുത്തേക്കുന്നത്. ഇംഗ്ലീഷിലോ ബെറ്റർ. ബെറ്റർ. better things. ബെറ്റർ തിങ്സ്. ബെറ്റർ തിങ്സ്. ശുഭമേറിയ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നു. അടുത്തത് 7:19, 7:19. ന്യായപ്രമാണത്താൽ ഒന്നും പൂർത്തി പ്രാപിച്ചിട്ടില്ലല്ലോ. നാം ദൈവത്തോട് അടുക്കുന്നതിനുള്ള ഏറെ നല്ല പ്രത്യാശയ്ക്ക് സ്ഥാപനവും വന്നിരിക്കുന്നു. ഏറെ നല്ല പ്രത്യാശ. A better hope. ബെറ്റർ ഹോപ്പ്. ഏറെ നല്ല പ്രത്യാശ. 7:22, 7:22. എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നാമത്തിനു യേശു ഉത്തരവാദിയായി തീർന്നിരിക്കുന്നു. ശേഷമേറിയ നിയമത്തിന്. വിശേഷമേറിയ നിയമത്തിന്. വിശേഷമേറിയ നിയമം. ഇംഗ്ലീഷില് Better covenant. ബെറ്റർ കവനന്റ്. നിങ്ങളുടെ വേർഷൻസിലുള്ളതുപോലെ നിങ്ങൾ നോക്കിക്കോ കേട്ടോ. പൊതുവെ ബെറ്റർ കവനന്റ് എന്ന്. 8:6, 8:6. 8:6 ഒന്നിലധികം കാര്യങ്ങളുണ്ട്, നോക്കാം. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ. 1, വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ. വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ ഇംഗ്ലീഷിൽ ബെറ്റർ പ്രോമിസസ് എന്നാണ് തോന്നല്ലേ? Yeah. ബെറ്റർ പ്രോമിസസ്. വിശേഷതയേറിയ നിയമങ്ങൾ. വാഗ്ദത്തങ്ങൾ. വീണ്ടും വായിച്ചാട്ടെ സിസ്റ്ററെ. സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ. നിയമം നമ്മൾ ഓൾറെഡി 19-ാമത്തെ വാക്യത്തിൽ കണ്ടതുകൊണ്ട് ഇവിടെ എടുക്കുന്നില്ല. ഓൾറെഡി അത് വന്നു കഴിഞ്ഞു, ബെറ്റർ കവനന്റ് എന്നുള്ളത്. അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. വിശേഷതയേറിയ ശുശ്രൂഷ. ക്രിസ്തുവിന്റെ ശുശ്രൂഷയാണ് വിശേഷതയേറിയ ശുശ്രൂഷ. സുപ്പീരിയർ മിനിസ്ട്രി നാം തോന്നുന്നു കൊടുത്തേക്കുന്നല്ലേ? A ministry that is as much more excellent than the old. As much more excellent. More excellent ministry. More or superior ministry. സെയിം അർത്ഥം വരുന്ന പല വാക്കുകൾ കാണുമായിരിക്കും. 8-ാമത്തേതാണ് 9:23, 9:23 വാക്യം. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ഇവയേക്കാൾ നല്ല യാഗങ്ങൾ. Better sacrifices. ബെറ്റർ സാക്രിഫൈസസ്. ബെറ്റർ സാക്രിഫൈസസ്. ഭൂമിയിൽ യഹൂദന്മാർ അല്ലെങ്കിൽ മഹാപുരോഹിതന്മാർ അർപ്പിച്ചുകൊണ്ടിരുന്ന മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ യാഗങ്ങളെക്കാൾ നല്ലതെന്ന നിലയിൽ ക്രിസ്തുവിന്റെ യാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ബെറ്റർ സാക്രിഫൈസസ്. 10:34, 10:34. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന്. ഉത്തമ സമ്പത്ത് അത് നമുക്ക് ലഭിക്കാൻ പോകുന്നതിനെ കുറിച്ചാണ്. ഇംഗ്ലീഷിൽ better possession. ബെറ്റർ പൊസഷൻ. ഉത്തമ സമ്പത്ത് സ്വർഗത്തിൽ നിലനിൽക്കുന്ന. ഇവിടുത്തേതെല്ലാം നഷ്ടപ്പെടുന്നത്. യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണ ഭാഷയിൽ പറഞ്ഞാൽ പുഴുവും തുരുമ്പും കെടുക്കുന്നതും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതുമായ നഷ്ടപ്പെടുന്ന ഡിപ്രീഷിയേഷൻ ഉള്ള സ്തോത്രം. ഓരോ ദിവസം കഴിയും തോറും വില കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇവിടെയുള്ളതെല്ലാം അങ്ങനെ തന്നെയാണ്. ഇന്ന് പുതിയൊരു വണ്ടി 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഇന്ന് 4 മണിക്കാണ് നമുക്ക് ഡെലിവറി ആയത്.
5 മണിക്ക് വിൽക്കണമെന്ന് വെച്ചാൽ നാമ കൊടുത്ത വില കിട്ടത്തില്ല. അതിൻ്റെ വില ഇടിഞ്ഞു. എന്നാൽ ഇങ്ങനെ നഷ്ടപ്പെടുന്നവയെ സുവിശേഷത്തിനായി നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ലഭിപ്പാൻ പോകുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്, സമ്പത്തിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തമ സമ്പത്ത്, ബെറ്റർ പൊസഷൻ. സ്തോത്രം. നെക്സ്റ്റ് ഈസ് 11:35, 11:35. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണവും കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ്. ഇംഗ്ലീഷിൽ ഈവൻ ബെറ്റർ. Rise again to a better life. ബെറ്റർ റിസറക്ഷൻ. ബെറ്റർ റിസറക്ഷൻ. ഏറ്റവും നല്ല ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന്. സ്തോത്രം. ഉയർപ്പിനെ കുറിച്ച് നമ്മൾ Again to a better life. പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ വെളിപ്പാട് പുസ്തകത്തോടുള്ള ബന്ധത്തിൽ. 11:40, 11:40. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. ഏറ്റവും നല്ലതൊന്ന് നമുക്ക് വേണ്ടി മുൻകരുതിയിരുന്നു. ഇംഗ്ലീഷിലോ Something better for us. ബെറ്റർ ഫോർ us. സ്തോത്രം. ഇറ്റ്സ് അബൌട്ട് സാൽവേഷൻ. Praise God. Comparing with the understanding in the Old Testament and in the New Testament. പഴയ നിയമ വിശുദ്ധന്മാർക്ക് ലഭിക്കുന്ന രക്ഷാ അനുഭവത്തെ ഇവിടെ പ്രതിപാദിക്കുകയാണ്. അവർക്ക് ലഭിച്ചതിനേക്കാൾ ഏറ്റവും നല്ലതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. സ്തോത്രം. ഏറെ നല്ലത്, ഏറ്റവും നല്ലത്, രക്ഷാവിഷയത്തിൽ പോലും. സ്തോത്രം. അവർക്ക് ലഭിച്ച ഒരു തിരഞ്ഞെടുപ്പ്. സ്തോത്രം. കഴിഞ്ഞ സൺഡേയിലും ഞാൻ സുനിൽ ബ്രദറിൻ്റെയൊക്കെ ചർച്ചിൽ വെച്ച് അക്കാര്യം പറയുകയുണ്ടായി. പഴയ നിയമത്തിലെ വിശുദ്ധന്മാർക്ക് പ്രാകാരം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു. മഹാപുരോഹിതന്മാര് മാത്രം ആണ്ടിലൊരിക്കൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് അല്ലെ കൃപാസനത്തിങ്കിലേക്ക് പ്രവേശിക്കും. അതും അല്പസമയത്തേക്ക്. വിറച്ചുകൊണ്ടാ, ഭയന്ന് വിറച്ചുകൊണ്ടാ പോന്നെ. വെളിയിൽ നിൽക്കുന്നവർക്കും അകത്ത് കയറുന്നയാളിനും ഭയങ്കര പേടിയാ. അദ്ദേഹം തിരിച്ചിറങ്ങി വരുമ്പോഴേ ശ്വാസം നേരെ പോകത്തുള്ളൂ. എന്നാൽ നമുക്കോ? സ്തോത്രം. പ്രാകാരം കൊണ്ട് തൃപ്തിപ്പെടാനല്ല, വാതിൽ കാവൽക്കാരായിരുന്ന് പിരിഞ്ഞു പോകാനല്ല. സ്തോത്രം. കൃപാസനത്തെ മറച്ചിരിക്കുന്ന തിരശീലയിലേക്ക് പോലും നോക്കാൻ ഭയപ്പെടുന്ന അവസ്ഥയല്ല. യേശുക്രിസ്തുവിൻ്റെ ശരീരം എന്ന തിരശീല ചിന്തി നമുക്ക് പുറത്തു നിന്ന് തന്നെ നേരിട്ട് കൃപാസനത്തിൻ്റെ ദർശനം പ്രാപിക്കാം. മാത്രമല്ല, അവിടേക്ക് വെട്ടിത്തുറന്നിട്ട രാജമാർഗത്തിലൂടെ ധൈര്യമായി പ്രവേശിക്കുകയും ചെയ്യാം. സ്തോത്രം. പഴയ നിയമത്തിൽ ആരും, സ്തോത്രം, പഴയ നിയമത്തിൽ ആരും തന്നെ ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചിട്ടില്ല. എന്നാൽ നമുക്കോ അബ്ബാ, പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ നൽകി. അതാണ് ഇവിടെ 11:40 നമ്മൾ കണ്ടത്. പഴയ നിയമ വിശുദ്ധന്മാർക്ക്, മോശയ്ക്കും അബ്രഹാമിനും ഏലിയാവിനും ദാനിയേലിനും
സ്നാപക യോഹന്നാൻ വരെയുള്ളവർക്ക് ലഭ്യമാകാതിരുന്ന ഏറെ ശ്രേഷ്ഠമായ രക്ഷാപദ്ധതി ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി. ഇനി 12:24, 12:24. പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. സ്തോത്രം. ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാക രക്തം. ഇംഗ്ലീഷിൽ A better word than the blood of Abel. Praise God. Better than the blood of Abel. ഹാബേലിന്റെ രക്തത്തെക്കാൾ ബെറ്റർ ബ്ലഡ്, ഗുണകരമായി സംസാരിക്കുന്ന രക്തം. സ്തോത്രം. അലിസാൻഡി വായിച്ചാട്ടെ. Having therefore, brethren, boldness to enter into the holiest by the blood of Jesus, by a new and living way, which he hath consecrated for us through the veil, that is to say, his flesh. യേശു കർത്താവ് 10-ാമത്തെ അധ്യായത്തിൽ നിന്നാണ് അലിസാൻഡി വായിച്ചത്. 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി തൻ്റെ ദേഹം എന്ന തിരശീലയെ 10-ന്റെ 19-ഉം 20-ഉം വാക്യങ്ങളാണ്. തൻ്റെ ദേഹം എന്ന തിരശീലയെ ചിന്തി. എന്നിട്ട് എങ്ങനെയുള്ള വഴിയാണ് നമുക്ക് വേണ്ടി തുറന്നത്? സ്തോത്രം. A new and living way. A new and living, ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിൽ മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട്. യേശുക്രിസ്തുവിൻ്റെ ദേഹം എന്ന തിരശീലയെ ചിന്തിയിട്ട് നമുക്ക് വേണ്ടി പുതിയതും ഏറെ നല്ലതുമായ വിശാലവുമായ വഴിയെ നമുക്ക് വേണ്ടി തുറന്നു. സ്തോത്രം. അപ്പോൾ ജീവനുള്ള പുതുവഴിയെ ക്രിസ്തുവിൻ്റെ മരണത്താൽ നമുക്ക് വേണ്ടി തുറന്നു. പഴയ നിയമ വിശുദ്ധന്മാർക്കത് ലഭ്യമായിരുന്നില്ല. പഴയ നിയമ വിശുദ്ധന്മാർക്കത് സാധ്യമായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക്, സ്ത്രീകൾക്ക് അവർക്കുള്ള പ്രാകാരം വരെ വരാം. പുരുഷന്മാർക്ക്, യഹൂദ സാധാരണ പുരുഷന്മാർക്ക് അവർക്ക് വേണ്ടി കെട്ടിയടച്ചിരിക്കുന്ന പ്രാകാരം വരെ വരാം. ഏതാണ്ട് ഒരു അരമതിലുണ്ട്, അവിടം വരെ വരാൻ പറ്റൂ. ഞാൻ മർത്തോമാക്കാരനായിരുന്നു. അപ്പോൾ മദ്ബഹായിക്ക് പുറത്ത് ഏതാണ്ട് നമ്മുടെ മുട്ടോളം പൊക്കമുള്ള ഒരു ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്. അതിന് നടുക്കൊരു ചെറിയ വാതിലുണ്ട്. അതിൽ കൂടെ അച്ഛനും മദ്ബഹായിക്കകത്ത് പോകാൻ അനുമതിയുള്ളവർക്കും ഒക്കെ പോകാം. ബാക്കിയുള്ളവർക്ക് ആ ഫെൻസിങ് വരെ, ആ ഒരു കെട്ടുവരയെ വരാൻ പറ്റും. കുർബാനയ്ക്ക് വരുന്നവരും അവിടെ മുട്ടുകുത്തി കുർബാന സ്വീകരിച്ചോണം. അതിനപ്പുറത്തേക്ക് കടക്കാൻ അനുവാദമില്ല. ഇതുപോലെ കെട്ടിത്തിരിച്ചു മാറ്റിവെച്ചിരുന്ന സ്ഥലങ്ങളിൽ മാത്രം വന്ന് നിന്ന് കണ്ട് കൊടുക്കാനുള്ളത് കൊടുത്ത് വാങ്ങാനുള്ളത് വാങ്ങി അവിടെ നിന്നും പോകാനേ പറ്റുമായിരുന്നുള്ളൂ. ദൈവത്തിൻ്റെ സാന്നിധ്യം വസിക്കുന്ന കൃപാസനത്തിങ്കലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ബെറ്റർ, ഏറെ നല്ലത്, വിശേഷതയേറിയത്, ശ്രേഷ്ഠമേറിയത് യേശുക്രിസ്തുവിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഇത് കൂടാതെ ഏതെങ്കിലും ബെറ്റർ, ഏറെ നല്ലത്, വിശേഷതയേറിയത് എന്ന പ്രയോഗങ്ങൾ എബ്രായ ലേഖനത്തിൽ കാണുന്നെങ്കിൽ നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. സ്തോത്രം. ഇനി ഇപ്പോൾ ഒന്നുമില്ല, പിന്നീട് വായിക്കുമ്പോഴായാലും
നമ്മുടെ ഗ്രൂപ്പിലായാലും നിങ്ങൾക്ക് അത് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എനിക്കും അത് പ്രയോജനപ്പെടും. എല്ലാവർക്കും സ്തോത്രം. അപ്പോൾ യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. സ്തോത്രം. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ഈ ശ്രേഷ്ഠനായ കർത്താവിൻ്റെ മക്കളാകാൻ, അനയന്മാരും അനിയത്തിമാരുമാകാൻ, അങ്ങനെ നമ്മുടെ ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പാൻ പുത്രത്വത്തിൻ്റെ പദവി ലഭിച്ചല്ലോ. ആകയാൽ ദൈവത്തിന് സ്തോത്രം. ഈ നല്ല കർത്താവിൽ നിന്ന് നാം പിന്മാറാതെ നിലനിൽപ്പാൻ, കർത്താവ് കടന്നുപോയിരിക്കുന്ന ഏറെ നല്ല സ്ഥലത്തേക്ക് നമുക്കും കർത്താവിനോട് കൂടെ പോയി, കർത്താവ് ഇരിക്കുന്ന, നാം വെളിപ്പാട് പുസ്തകം 3:21 വാഗ്ദത്തം കേട്ടതുപോലെ, പിതാവിനോടുകൂടെ കർത്താവ് ഇരുന്നതുപോലെ നമുക്കും കർത്താവിനോടുകൂടെ ഇരിപ്പാൻ, ജയാളികളായി ജീവിക്കാം. ആയതിന് ഈ വചനങ്ങൾ മുഖാന്തരങ്ങളാകട്ടെ. ദൈവം നമ്മെ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.